Opposite side divide by hypotenuse. AB hypotenuse ഏതാ? AC sin theta is equal to AB divided by AC. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? പ്രശ്നയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതില് തലവേനാണോ? കിസ് വേണം? സോറി, ക്രിസ് വേണം? സാറിതേ ഉണ്ണി എന്നെ ശല്യം ചെയ്യുന്നു. ചുരഞ്ചാക്കോ നിന്റെ ചാക്കോ? അല്ല സാർ, അവൻ്റെ അപ്പ എന്നോട് പഠിച്ചത് സാറേ. 20/8/2007 വ്യാഴാഴ്ച ഓണാഘോഷ പരിപാടി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. സൈലൻസ് പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. ഉച്ചഭക്ഷണം കൊണ്ടുവരേണ്ടതില്ല. അത്തപ്പൂക്കള മത്സരം കൃത്യം 10 മണിക്ക് ആരംഭിക്കുന്നതാണ്. എല്ലാവരും കൃത്യം 9 മണിക്ക് തന്നെ സ്കൂളിൽ എത്തിച്ചേരുക എന്ന് ഹെഡ് മാസ്റ്റർ. നമുക്ക് കോർഡിനേറ്ററാണ്. ഈ ഓണം മാത്രം നമ്മുടെ പ്രതീക്ഷ. സാർ ഞാൻ കോർഡിനേറ്ററോ? സാർ സെബാൻ വേണ്ട സാർ, നമുക്ക് കാശ് മുക്കാനല്ലേ. മാർക്ക് മേടിച്ചാൽ ഞാൻ പറഞ്ഞു. സാർ ഈ ബിന്ദുജ. സാർ സെബാൻ ആയിക്കോട്ടെ. സെബാൻ ആരില്ല പ്രശ്നം, എങ്കിൽ സുഖയിലാവട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, ഈ വർഷത്തെ ഓണപരിപാടിയെ കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നമുക്ക് കുറച്ച് ചിലവുകൾ വരുന്നുണ്ട്. കുറച്ചധികം ചിലവുകളുണ്ട്. അതെ, നമുക്ക് പൂ മേടിക്കണം, ഓണപരിപാടിയുടെ ഡ്രസ്സുകളെല്ലാം മേടിക്കണം. അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ ഒരു 75 രൂപ, 75 അല്ല, ഒരു 100 രൂപ എടുത്തോണ്ട് വരണം. തെങ്കാശി പോണം, പൂ മേടിക്കണം, മാവേലി ഡ്രസ്സ് മേടിക്കണം, കിരീടം, തൊപ്പി എല്ലാം കൂടെ ഭയങ്കര ചിലവാ. 100 രൂപയോ? വീട്ടൊന്നും തരത്തില്ല. അതെ, ഓണപ്രവി ഞാൻ വരത്തില്ല. എനിക്ക് മാത്സിന് കുറച്ച് പോർഷൻസ് തീർക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ പൈസ തരത്തില്ല. ഓണത്തിന് സി മാർക്ക് വേണമെന്നില്ലോ സാറ് പറഞ്ഞു. പഠിച്ചു മേടിച്ചു. സി മാർക്ക്? ഓണപ്രോഗ്രാമിന് സി മാർക്ക് കിട്ടുമോ? നിർബന്ധമാണെങ്കിൽ ഞാൻ വരാം കേട്ടോ. നീ വേണേ. അപ്പൊ ഈ മാവേലിയൊക്കെ എങ്ങനെയാ? കൊമ്പൊക്കെ വെച്ച് കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ പോത്തിന്റെ പുറത്ത് ചാളി ചാളി. അല്ല പിന്നെ ഒരുമാതിരി സംശയം നിൽക്കുള്ളൂ. മാവേലിയൊക്കെ എങ്ങനെ? നിർത്ത് മാവേലിയുടെ കാര്യമൊക്കെ സുഖം നോക്കിക്കോളൂ. ഞാൻ നാളെ റെഡാ. നിനക്ക് റെഡ് കളറിലെ നെറ്റിന്റെ ഒരു പാവാടയില്ലേ, അതിൽ നമുക്ക് മാച്ചിങ് ആവാം. അതൊക്കെ പഴയതായി. അച്ഛൻ നീ പുതിയൊരു ലാച്ച മേടിച്ചിട്ടുണ്ട്, നല്ല പച്ച നിറത്തിനുള്ള. നിനക്ക് പച്ച ഉണ്ടെങ്കിൽ അച്ഛൻ ഉണ്ട്, പക്ഷെ റെഡ് കളറിലെ വളയെ മാലയൊക്കെ വാങ്ങി. അപ്പൊ ഈ വിളക്ക് മുല്ലപ്പൂവൊക്കെ എങ്ങനെയാ? വിളക്ക് ഞാൻ കൊണ്ടുവരാം. അമ്മ തന്നുവിടോന്ന് അറിയില്ല, കുറച്ച് ചെറുതാ. കുഴപ്പമുണ്ടോ? ടൂ സ്മോൾ ആയ പ്രോബ്ലം ആവില്ലേ? നമുക്ക് സെന്റർ വെക്കാനുള്ളതല്ലേ. വേറെ നോക്കാനൊന്നും ടൈമില്ല. നമ്മുടെ പാട്ടെന്തായി? സെറ്റ് ആയില്ലേ? ചെട്ടികുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ട് നടക്കുമ്പോൾ കുപ്പിവിളക്കുള്ളിൽ ചിപ്പി വിളക്കിടയിൽ ഞാൻ കണ്ടൊരു പാലക്കാട് എന്റെ കസിന്റെ കല്യാണം ഉണ്ടായിരുന്നു. ഞാൻ പേടിച്ചു കേട്ടോ. അല്ല, സ്കൂളിൽ മാറി വല്ലതും പോയെന്ന് വിചാരിച്ചു. അല്ല, ഏഞ്ചലെ പോലെ എന്നിട്ട് പഠിക്കുന്ന കുട്ടി നമ്മുടെ പഠിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അഭിമാനമാണല്ലോ. പാടുമല്ലേ? ഓ ചുമ്മാ ഇതാണോ പാട്ട്? ചുമ്മാതെ ഏഞ്ചലിന്റെ കാര്യം അറിയോ? ഞാനും പാടും. ഇതുപോലത്തെ കാറാകുന്നല്ല. പിന്നെ സെബാൻ പാടും, ഭയങ്കരമായിട്ട് പാടും. എന്നാ ഞാൻ കേട്ടോ. ശരി. എടാ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതൊക്കെ ഞാനും ഏഞ്ചലോട് ശരിയാക്കത്തില്ല. എടാ, മാവേലി സെറ്റ് ആയിട്ടില്ല. അവസാന വർഷം മാവേലി ആയിട്ടില്ലെന്ന് പറഞ്ഞാൽ നീ എന്തോ പറയുന്നത്? ആയിട്ടില്ലെന്ന് പറഞ്ഞാൽ ആയിട്ടില്ല. നീ ഒരാളെ സെറ്റാക്ക്. മാവേലി സെറ്റാക്കാൻ പറഞ്ഞ ഉപ്പേരി വറുത്ത് വരുന്നിടത്ത് എളുപ്പമുള്ള കാര്യമാണോ? വല്ല റാപ്പ് ആയിരുന്നു ഞാൻ നോക്കി. റാപ്പ് കോപ്പ് കൈയിടക്കി വെച്ച് നന്നാണ്ടല്ലോ. അല്ല, കബൂർ സീനായല്ലേ. ഒരു മധുര കിനാവിൻ ലഹരിയിലെന്നോ കുടമുല്ലപ്പൂ വീണു. ഡാൻസും പാട്ടും സെറ്റാക്കാണ്. നല്ല മലയാളി തന്നെയുള്ള മാവേലി അല്ലേ? മല്ലിപ്പൂ തെങ്കാശി സ്പെഷ്യൽ മല്ലിപ്പൂ തീരുണ്ട്. ഇനി പൂവിലെന്ന് പറഞ്ഞ പൂക്കളം നിറതാണ് കേട്ടോ. അൺലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കുന്നത്.
നല്ല ഫ്രഷ് പൂവാട്ടോ. നല്ല മണമുണ്ട്. നല്ല പെർഫ്യൂമിന്റെ മണമുണ്ടല്ലോ. പെർഫ്യൂമിന്റെ മണമല്ല, പെർഫ്യൂമാ എന്ന് തന്നെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ നല്ല ഫ്രഷ് പൂവിന്റെ മണം. എന്തോരോ ഉറക്കം കളഞ്ഞ് കൊണ്ടുപോകാതെ അറിയാവൂ. തെങ്കാശിയിലെ സുന്ദരപാണ്ഡവ അടുത്ത് പോയി ഈ പൂ മേടിക്കാനേ കുറച്ച് കഷ്ടപ്പാടല്ലേ? അല്ലേ? അല്ലേ വേണ്ട. അല്ലേ ഏഞ്ചൽ? Okay, ready guys? 1, 2, 3, 4. പപ്പടം പൊടിച്ച് കൂട്ടിക്കൊഴിച്ച് സദ്യ ചാക്കോ ചാക്കോ ഇവിടത്തെ എച്ചന്മാരാ? ഞാനോ താനോ? ഇറങ്ങിറങ്ങ. സോഹൽ മുഹമ്മദ്, ജെയ്ക് സെബാസ്റ്റ്യൻ, ജെയ്ക് സെബാസ്റ്റ്യൻ, ജെയ്ക്. എടാ സബാന നിന്നെയാ? ജെയ്ക് എൻ്റെ കൂടെ വരാൻ. അല്ലാ സുഹൈലിനെ സബാനെ പൊക്കി. അങ്ങാടിക്കവല പ്രദേശങ്ങളിൽ അജ്ഞാത മനുഷ്യന്റെ ആക്രമണം. രാത്രികാലങ്ങളിൽ ബ്ലാക്ക്മാന്റെ സാന്നിധ്യം പ്രദേശത്ത് ഭീതി പരത്തുന്നതാണ്. ഈ നാട്ടിൽ മനുഷ്യന് സമാധാനത്തെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇനിയും ബ്ലാക്ക്മാനെ പിടിക്കണമെങ്കിൽ സൂപ്പർമാനോ സ്പൈഡർമാനെ ഒക്കെ കൊണ്ടുവരണം. ഇനിയിപ്പോ അതൊക്കെ നടക്കത്തുള്ളൂ. നീ പത്രം പോരായിരുന്നല്ലേ? 2 മണിക്ക് അടിച്ച് കയറ്റിയല്ലോ. 63 രൂപ 50 പൈസയാണ്. ഇത് മാറ്റി വെച്ചാൽ കേട്ടോ, നാളെ പൂ മേടിക്കാനുള്ള ബാക്കി ഇത് മാറ്റി വെക്കും. പൂ പോയിട്ട് പൂവിൻ്റെ ഇതള പോലും കിട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും ജീവിത ചെയ്തികൾ. മുറിവേൽ നിർത്തി അവിടെ എറിയണ്ടടാ. എറിയണ്ടേ? എറിയണോ? എടാ പക്ഷെ നീ എറിഞ്ഞ കല്ല് എങ്ങോട്ടാ നിക്കണം? ഓടി വീട്ടിൽ പോണം. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് നിങ്ങൾക്കൊന്നും അറിയത്തില്ല അല്ലേ? ടീച്ചറെ സത്യമായിട്ട് ഞങ്ങൾ അറിഞ്ഞു. ഒന്നും അറിഞ്ഞോണ്ടല്ലെന്നല്ലേ? അതെ. പിന്നെ ഇത് എന്തുവാ? നാട്ടുകാരുടെ സമാധാനം കളഞ്ഞ ബ്ലാക്ക്മാനെ പിടിക്കാൻ എൻ്റെ മക്കളെ സഹായിച്ചേ. എന്നിട്ടൊന്നും അറിയാത്ത പോലെ കള്ളന്മാരെ. ഞാൻ എപ്പോഴും ഉപദേശിക്കും നല്ലതിന് വേണ്ടി. ആ
വിദ്യാഭ്യാസം നേടുന്നതിലുപരി ഈ നാടിനും നാട്ടുകാർക്കും സമൂഹത്തിനും വേണ്ടി പക്വമായ തീരുമാനങ്ങൾ എടുത്ത നിങ്ങളുണ്ടല്ലോ മക്കളെ, ഈ നാടിന്റെ അഭിമാനമാണ്. ഈ സ്കൂളിന്റെ എൻ്റെ കീപ് ഇറ്റ് അപ്പ്. എന്താണ് ഇത് പൂവിനകത്തുനിന്ന് കിട്ടിയതാ? എന്താണ് ഇത്? ദാ അപ്പോൾ എങ്ങനെയാ ഇനി ആഘോഷിക്കല്ലേ?